മുസ്ലിങ്ങളെല്ലാരും തീവ്രവാദികളാണോ എന്ന് ചോദിച്ചവന്റെ സിനിമയിൽ മുസ്ലിങ്ങൾ തീവ്രവാദികളാണ് എന്നാണ് കാണിക്കുന്നത്. ഒരു പയ്യന് അല്ലെങ്കിൽ ഒരു നാട്ടിൽ ഒരു കലാപം സംഭവിച്ചപ്പോൾ അവന്റെ എല്ലാം നഷ്ടപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പിന്നെ അഭയം തേടുന്നത് ഇന്ത്യക്ക് പുറത്തു പോയിട്ട് ലഷ്കർ ഇ തൊയ്ബ പോലുള്ള മുസ്ലിം ഭീകരവാദ സംഘടന, രാജ്യമല്ല ലോകം എമ്പാടും ഉറപ്പിച്ചിട്ടുള്ള ഒരു ഭീകരവാദ സംഘടനയിലാണ് അവൻ അഭയം തേടുന്നത്. അതിനർത്ഥം എന്താണ്? രാജ്യത്ത്, ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് ഒരു മുസ്ലിമിന് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അവന് പിന്നെ ഈ ഇന്ത്യ രാജ്യത്ത് പിന്നെ ഒരു അഭയം ഒരു സംസ്ഥാനങ്ങളും കൊടുക്കുന്നില്ല, ഒരു സംസ്ഥാനത്തെ നീതിന്യായ കോടതിയും കൊടുക്കുന്നില്ല എന്നാണ് ആ എമ്പുരാൻ ചൂല് കാണിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയല്ലേ ഈ എമ്പുരാൻ ചൂലുള്ള ഒരു ചെറുപ്പക്കാരൻ പയ്യെ പിന്നെ ലഷ്കർ തൊബിയിൽ പോയിട്ട് അഭയം തേടിയത്. അതുകൊണ്ട് അവര് എമ്പുരാൻ 2 നിരോധിക്കണം. ഒരു മതവിദ്വേഷമോ രാഷ്ട്രീയ പരാമർശമോ ഒരു സിനിമയെ റിവ്യൂ കുറിച്ചിട്ട് ആരെയും സങ്കടപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ചിട്ട് എന്റെ ചാനലിലൂടെ പ്രതികരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചോന്നല്ല. പക്ഷെ ഇന്ന് എമ്പുരാൻ 2 കുറിച്ചിട്ട് എനിക്ക് സംസാരിക്കേണ്ട ആവശ്യകത വന്നു. കാരണം സോഷ്യൽ മീഡിയ മേഖലകളിൽ ഇന്ന് വളരെയധികം ചർച്ചാ വിഷയം മാറിക്കൊണ്ടിരിക്കുന്നത് എമ്പുരാൻ 2 കുറിച്ചിട്ടാണ്. ദൃശ്യമാധ്യമ മേഖലകളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന അന്ത്യചർച്ച തന്നെ എമ്പുരാൻ 2 ആണ്. എമ്പുരാൻ 2 ഇത്രയും വലിയൊരു പ്രമോഷൻ ഇനി എവിടെ നിന്ന് കിട്ടാനില്ല. കേരളത്തിൽ മറ്റൊന്നും നടക്കുന്നില്ല. പാവപ്പെട്ട അമ്മമാര് നടു റോട്ടിൽ മുടിയൊക്കെ വെട്ടി മുറിച്ചിട്ട് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോ കേരളത്തിലെ ഒരു സിനിമയെ കുറിച്ചിട്ടാണ് അന്ത്യചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടത്തട്ടെ, അവരുടെ ഇഷ്ടം, അതൊക്കെ അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യം. പക്ഷെ എന്നെ പോലുള്ള ഒരു വ്യക്തി പറയുകയാണെങ്കിൽ എമ്പുരാൻ 2 കത്രികല്ല വെക്കേണ്ടത്, എമ്പുരാൻ 2 നിരോധിക്കപ്പെടണം. എമ്പുരാൻ 2 നിരോധിക്കപ്പെട്ടിട്ട് എമ്പുരാൻ 2 അണിയറ പ്രവർത്തകരായി പ്രവർത്തിച്ചിട്ടുള്ള അല്ലെങ്കിൽ എമ്പുരാൻ 2 സിനിമ ജനങ്ങളോട്ട് എത്തിച്ച വ്യക്തികളെല്ലാവരും തന്നെ പുറത്തു വന്ന് മാപ്പ് പറയണം. ഇപ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയേക്കാം, കാരണം ഞാൻ സിനിമയെ നിരോധിക്കണമെന്ന് പറഞ്ഞു. അതിനുള്ള കാരണം എന്താണെന്ന് നിങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് എന്നെ തെറിവിളിക്കുകയോ എനിക്കെതിരെ പ്രതിഷേധിക്കുകയോ ചെയ്യുന്നതിനേക്കാളും മുമ്പ് ഞാൻ പറയാൻ വരുന്ന വാക്കുകൾ എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾ എന്നെ പ്രതികരിച്ചാൽ മതി. നിങ്ങൾ എന്നോട് പ്രതിഷേധിച്ചാൽ മതി. കാരണം ഞാൻ പറയുന്ന വാക്ക് കേട്ട ഒരുപക്ഷെ നിങ്ങൾ എന്റെ കൂടെ നിൽക്കും. അത്രത്തോളം ചെറ്റത്തരമാണ് ഇന്ന് എമ്പുരാൻ 2 കാണിച്ചു വെച്ചിട്ടുള്ളത്. അതിനു മുൻപ് എമ്പുരാൻ 2 മറ്റു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ആ കാര്യത്തിലോട്ട് കടക്കാം. എന്നെ സംബന്ധിച്ചോളം എമ്പുരാൻ 2 എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ട്രോൾ മൂവിയാണ്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ കുടുംബാധിപത്യ ഭരണം, അച്ഛൻ ഭരിക്കുക, മരുമകൻ ഭരിക്കാൻ ശ്രമിക്കുന്നു, അത് നടന്നില്ല, ലൂസിഫറിലെ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം മകൻ ടൊവിനോ ഭരിക്കാൻ വരുന്നു, അതിനുള്ളിൽ തന്നെ ടൊവിനോ ഭരിച്ച മുഖ്യമന്ത്രി അടക്കം പാർട്ടിമാര് സംഘപരിവാരങ്ങളിലൂടെ അനുയോജ്യപ്പെട്ട പാർട്ടിയിലോട്ട് പോകുന്നു. ഇന്ത്യയിൽ നടക്കുന്നുണ്ട്, അത് തന്നെയാണ് ഇതിലും നടക്കുന്നത്. അതിനുശേഷം മഞ്ജു വാര്യർ ആ സ്ഥാനത്തിലോട്ട് ഏറ്റെടുത്ത് വരുന്നു. ഇനി എമ്പുരാൻ 3 വരാൻ പോകുന്നു. അപ്പോ അതിലെന്താ കാണിക്കാൻ പോകുന്നത്? മഞ്ജു വാര്യരുടെ മകളായിട്ടുള്ളവരെ മുഖ്യമന്ത്രി സ്ഥാനത്തോട്ട് പോകുന്നത്. അതായത് കുടുംബാധിപത്യ ഭരണമാണ് കോൺഗ്രസിലുള്ളതെന്ന് ഈ എമ്പുരാൻ 2 വ്യക്തമായിട്ട് കാണിക്കുന്നത്. അതുപോലെ തന്നെയാണ് കേരളത്തിൽ മുൻ അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന BJPയുടെ കെ സുരേന്ദ്രൻ വ്യക്തമായിട്ട് സുരാജ് വെഞ്ഞാറമൂട് ട്രോളിയിട്ടുണ്ട്. വേദിയിൽ നിന്ന് 35 സീറ്റുകൾ കിട്ടിയ കേരളം ഞങ്ങൾ ഭരിക്കുമെന്നും സോഷ്യൽ മീഡിയ മേഖലകളിലൂടെ ഞങ്ങൾ ട്രോളുകൾ അങ്ങനെ അത്ര വ്യക്തമായിട്ട്, പക്ഷെ അതിൽ വിശ്വസിക്കാൻ പറ്റാത്തത് അല്ലെങ്കിൽ കേരളത്തിലെ BJP സംഘടന ആയിട്ടുണ്ടായിരുന്ന ഇന്ന് ചിലപ്പോൾ നടക്കും അധ്യക്ഷനായിട്ടുള്ള കഴിഞ്ഞ അധ്യക്ഷ പദവിയിൽ ഇരുന്ന കെ സുരേന്ദ്രനെ പോലുള്ള ഒരു വ്യക്തിക്ക് നടത്താൻ പറ്റാത്തൊരു കാര്യം ഈ സിനിമയിൽ കാണിച്ചു. എന്താ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ തന്നെ പാർട്ടി മാറ്റി കൊണ്ടുപോയിട്ട് കോൺഗ്രസിൽ നടക്കുന്നതാണല്ലോ. കോൺഗ്രസിൽ എന്താണ് MLA-മാരെ ചാക്കിട്ട് വലിക്കുന്നു, അതേപോലെ തന്നെ മുഖ്യമന്ത്രിയെ തന്നെ ഇവിടെ ചാക്കിട്ട് വലിച്ചു മറ്റു പാർട്ടിയിലോട്ട് കൊണ്ടുപോകും. അതൊന്നും കേരളത്തിലെ കഴിഞ്ഞ BJPക്ക് നടക്കൂലട്ടോ. പ്രതികരിക്കേണ്ട, തെറിവിളിക്കേണ്ട, ഞാൻ പറയാമെന്ന് പറഞ്ഞു. എന്റെ ഓപ്പൺ ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ കമ്മ്യൂണിസത്തിന്റെ ഒരു തിരുവാതിരയെ ട്രോൾ ചെയ്ത് അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിൽ യഥാർത്ഥ ട്രോള് കൊണ്ടിട്ടുള്ളത് BJPക്കും കോൺഗ്രസിനുമാണ്. അത് അവിടെ നിൽക്കട്ടെ. ഇതൊന്നും ഇനി എമ്പുരാൻ 2 മോഹൻലാലിന്റെ കാര്യങ്ങൾ എന്താണ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്? സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി, സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ എന്താ? മിലിറ്ററി മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി പട്ടിയെ പോലെ പണിയെടുക്കണം. അതാണ് മിലിറ്ററിക്കാരി. രാജ്യത്തിന് വേണ്ടി പട്ടിയെ പോലെ പണിയെടുക്കേണ്ട മോഹൻലാലിനെ പോലുള്ള ഒരു വ്യക്തിനെ കൊണ്ടിട്ടിട്ട് സീക്രട്ട് ഏജന്റ് ആണെന്ന് പറഞ്ഞ് കാണിക്കുക. എന്താ കാണിക്കുന്നത്? ഒരു ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കുമ്പോഴത്തേനും അരമണിക്കൂർ കഴിഞ്ഞു, ഒരു കാറിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേനും 1 മണിക്കൂർ കഴിഞ്ഞു. റഷ്യൻ പ്രധാനമന്ത്രിക്കോ അമേരിക്കൻ പ്രധാനമന്ത്രിക്കോ ഒന്നും കിട്ടാത്ത
ഹൈ സെക്യൂരിറ്റിയുമാണ് സീക്രട്ട് ഏജന്റ് ആയിട്ടുള്ള മോഹൻലാലിന് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നും സീക്രട്ട് ഏജന്റ് ആണോ എന്താണോ എന്നൊന്നും അതിൽ പരാമർശിച്ചിട്ടില്ല. ഇന്നും ചോദിക്കുന്നത് താൻ ആരാണെന്ന് ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുക. രണ്ടാം ഭാഗത്തിലും ഇനി മോഹൻലാൽ ആരാണ്, താൻ ആരാണെന്ന് 100,000 പേരുകളുള്ള വ്യക്തിയോട് ചോദിക്കുക താൻ ആരാണെന്ന്. അപ്പോ വളരെ ഒരു കോമാളിത്തരമാണ് മോഹൻലാലിനെ കൊണ്ട് ഈ സിനിമ കാണിച്ചിട്ടുള്ളത്. എനിക്ക് സത്യം പറഞ്ഞാൽ കോമാളിത്തരമായി തോന്നാൻ കാരണം വെച്ചാൽ എനിക്ക് ചില ഭാഗങ്ങളൊക്കെ കാണുമ്പോ എനിക്ക് കഴിഞ്ഞ കുറെ മുമ്പ് സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. ഉദയനാണ് താരത്തിന് ശേഷം ശ്രീനിവാസ സാർ അഭിനയിച്ച ഡോക്ടർ സരോജ് കുമാർ എന്ന് പറയുന്ന മെഗാസ്റ്റാർ ഡോക്ടർ സരോജ് കുമാർ എന്ന് പറയുന്ന സിനിമയിൽ കാല് ചവിട്ടുമ്പോ പാറ പൊട്ടിത്തെറിക്കുക, വെള്ളം തെറിക്കുക, അടിക്കുമ്പോഴത്തേക്കും തെറിച്ചു പോവുക എന്നൊക്കെ പറഞ്ഞ് ഒരു ഹാസ്യമായി ചിത്രീകരിച്ച സിനിമയുണ്ടായിരുന്നു. ആ സിനിമയാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എമ്പുരാൻ 2 കണ്ടപ്പോ തോന്നിയത്. അതുപോലെ തന്നെയാണ് എമ്പുരാൻ 2 ഇനി ഒരു വെള്ളയും വെള്ള ഇട്ടിട്ട് ഒരു ജഗതി സാറേയും കൂടി കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ തനി സാഗരസ്യാക്കി അജാതി കാട്ടിക്കൂട്ടിലാണ് ആ എമ്പുരാൻ 2 കാണിച്ചത്. സത്യം പറഞ്ഞാൽ മോഹൻലാലിനെ വെച്ചിട്ട് ഒരു കോമാളിത്രമാണ് ഈ പൃഥ്വിരാജ് കാണിച്ചു കൂട്ടിയിട്ടുള്ളത്. ഒരു ഡോക്യുമെന്ററി ആയി ചെയ്യേണ്ട ഒരു സ്റ്റോറിയെ ലൂസിഫർ എന്ന് പറയുന്ന സിനിമയുമായി കൂട്ടുപിടിച്ചിട്ട് എമ്പുരാൻ 2 കാണിച്ചു. സത്യം പറഞ്ഞാല് ഗോത്ര കലാപം അല്ലെങ്കിൽ ഗോത്ര വർഗീയ കലാപം, ഗുജറാത്ത് കലാപം എന്നെല്ലാം പറയുന്ന കലാപത്തെ ഒരു ഡോക്യുമെന്ററി ആയിട്ട് കാണിക്കേണ്ടതാണ്. പക്ഷെ അത് രാജ്യത്ത് അനുമതിയില്ല. രാജ്യത്ത് ചെയ്യാൻ അനുമതിയില്ല. പണ്ട് BBC ചെയ്യാൻ വന്നപ്പോ അനുമതി കൊടുത്തില്ല. വലിയൊരു പ്രക്ഷോഭം, വലിയ പ്രതിഷേധങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അതിന്. അപ്പോ ആ ഒരു ഡോക്യുമെന്ററി ചെയ്യേണ്ട സിനിമയാണ് എമ്പുരാൻ 2 കാണിക്കുന്നത്. ഞാൻ ഒരിക്കലും ലൂസിഫർ എന്ന് പറയുന്ന ഒരു മാരകമായി ചിത്രീകരിച്ച ഒരു സിനിമ, ഒരു യമകണ്ഠൻ സിനിമ, ആ ഒരു സിനിമയുടെ രണ്ടാം ഭാഗമാണ് എമ്പുരാൻ 2 എന്ന് പറയുമ്പോ എന്നെ പോലെയുള്ള സിനിമാ നിരീക്ഷകരോ അനുകൂലിക്കാൻ, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കത് അനുകൂലിക്കാൻ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. കാരണം എന്താ, എമ്പുരാൻ 2 തുടങ്ങുന്നതും അവസാനിക്കുന്നതും ഒരു വർഗീയ കലാപത്തെയാണ്. അപ്പൊ ആ വർഗീയ കലാപം എന്ന് പറഞ്ഞാൽ എന്താ, നടന്ന സംഭവത്തിനെയാണ് എമ്പുരാൻ 2 തുടക്കവും അവസാനവും കാണിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അതിൽ എമ്പുരാൻ 2 എന്ന് പറയുന്നത് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് എന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ഡോക്യുമെന്ററി ആയി ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നു. ഇനി നമ്മൾ കാര്യത്തിലോട്ട് ഇടകാം. ഇനിയാണ് ഞാൻ പറയാൻ പോകുന്ന മറ്റേ ചെറ്റത്തരം എന്ന് പറയുന്നത്. എമ്പുരാൻ 2 കത്രിക കൊണ്ട് അല്ലെങ്കിൽ 24 വെട്ട് അല്ലെങ്കിൽ 7 വെട്ട് വെട്ടിയിട്ട് മുറിച്ച് മാറ്റിയിട്ട് വീണ്ടും പ്രദർശിപ്പിക്കണമെന്നല്ല, നിരോധിക്കണമെന്ന് പറയുന്നത്. കാരണം എന്തെന്ന് വെച്ചാല്, മുസ്ലിം സമുദായക്കാരെല്ലാരും തീവ്രവാദികളാണോ എന്ന് ചോദിച്ചൊരു വ്യക്തിയുടെ സിനിമയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ചെറ്റത്തരം എന്താന്ന് പറയണ്ടേ, തന്റെ രാജ്യത്ത് തന്റെ നാട്ടില് തന്റെ കുടുംബത്തിനും അല്ല തന്റെ സമുദായത്തിനും പറ്റിയ ഒരു തീവ്രവാദം, അതാണ് ഗോത്രകലാപം. അതാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത്. അതൊക്കെയാണ് എന്നൊക്കെ അതൊക്കെ എന്തിലാവട്ടെ, നമ്മൾ നിൽക്കുന്നില്ല. പക്ഷെ എമ്പുരാൻ 2 ഉണ്ടായ ഒരു വർഗീയ കലാപത്തിൽ ഒരു പയ്യൻ അകപ്പെട്ടു. ഒരു ചെറുപ്പക്കാരനായ ഒരു പയ്യൻ ഒറ്റപ്പെട്ടുപോയി. അവൻ അഭയം തേടിയിട്ടുള്ളത് മറ്റു സംസ്ഥാനങ്ങളിലോ മറ്റു കോടതി അല്ല മറ്റു നീതിന്യായ കോടതികളിലോ. അവന് അഭയം മറ്റു സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ ഇനി ഇല്ല. അവൻ അഭയം കൊടുക്കുക ഇനി ആരാണ്? ലഷ്കർ ഇ തൊയ്ബ, ISIS എന്ന് പറയുന്ന ഭീകരവാദ സംഘടനയാണ് ഞാൻ അഭയം കൊടുക്കുന്നത്. അതാണ് ശരിക്കും ചെയ്യുന്നത്. അതാണ് മുസ്ലിം സമുദായക്കാർ ചെയ്യുന്നത്. അപ്പൊ അതായത് ഈ സിനിമ പറഞ്ഞു വെക്കുന്നത് മുസ്ലിം സമുദായക്കാർ തീവ്രവാദികളാണെന്നല്ലേ? അതാണോ ചെയ്യുന്നത്? അല്ലല്ലോ. നമ്മുടെ ചെറുപ്പക്കാർ, നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ചെറുപ്പക്കാരെല്ലാരും തീവ്രവാദികളാകുമെന്ന് അല്ലേ ഈ സിനിമ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണ് ഞാൻ പറയുന്നത്. എമ്പുരാൻ 2 നിരോധിക്കണമെന്ന് പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, കാരണം മറ്റു മതസ്ഥർക്ക് മുന്നിൽ മുസ്ലിം സമുദായത്തിന് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് പറ്റിക്കഴിഞ്ഞാൽ അവർ രാജ്യത്തിന്റെ മറ്റു മേഖലകളിൽ ഒന്നും അഭയം തേടില്ല. അവർ രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥകളെ അവർ അനുകൂലിക്കുന്നില്ല. അവർക്ക് അവരുടെ രാജ്യത്തോ അല്ലെങ്കിൽ അവരുടെ നാട്ടിലൊരു പ്രശ്നം ഉണ്ടായി അവർക്ക് അഭയം തേടുന്നത് വേഗം മുസ്ലിം തീവ്രവാദ സംഘടനയാണ് അവർക്ക് അഭയം കൊടുക്കുന്നത് എന്നാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇപ്പൊ ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് ഈ സിനിമ കണ്ടപ്പോ എനിക്ക് മനസ്സിലാകാൻ എന്തറിയോ, നാട്ടിലുള്ള മുസ്ലിങ്ങളുടെ അടുത്ത് തൊടാൻ നിൽക്കണ്ട, അവർക്ക് എങ്ങനെയെങ്കിലും നേരെ തീവ്രവാദ സംഘടനയിലോട്ട് അതാണ് കാണിച്ചിട്ടുള്ളതില്. അതാണോ ശരിക്കും രാജ്യത്തുള്ള മുസ്ലിങ്ങളെല്ലാം തീവ്രവാദികളാണോ? വളർന്നു വരുന്ന തലമുറകൾ തീവ്രവാദികളാണോ? ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങള്. ശരിക്കും പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ വന്ന് മാപ്പ് പറയേണ്ടതാണ് ഈ സിനിമ. പൃഥ്വിരാജും ഈ കഥ എഴുതിയവനും ഈ സിനിമയിൽ അഭിനയിച്ച മോഹൻലാൽ അടക്കമുള്ള എല്ലാവരും പൊതുസമൂഹത്തിൽ വന്ന്
മാപ്പ് പറഞ്ഞ് സിനിമ നിരോധിക്കണം, സിനിമ പിൻവലിക്കണം. മറ്റു മതസ്ഥർക്ക് മുന്നിൽ മുസ്ലിം സമുദായത്തിനെ തീവ്രവാദികളാകുന്നവരാണ് അവർ തീവ്രവാദികളാണ് എന്ന് കാണിക്കുന്ന പച്ച കുത്തിയിരിക്കുകയാണ് എമ്പുരാനില്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എമ്പുരാൻ 2 നിരോധിക്കണമെന്ന്. ഇനി നിങ്ങൾ പറയും ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? അപ്പോ ഇനി നിങ്ങളല്ലേ അറിയേണ്ടത് എമ്പുരാൻ 2 നിരോധിക്കണമെന്ന്. ഇനി നിങ്ങൾ തീരുമാനിക്കുക എമ്പുരാൻ 2 പ്രദർശിപ്പിക്കണമെന്നോ എമ്പുരാൻ 2 നിരോധിക്കണമെന്നോ.